സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ 36:10 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. പരമാർത്ഥ ഹൃദയർക്ക് അങ്ങയുടെ നീതി. പ്രൈസ് ലോർഡ്. കർത്താവേ, അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. ഇവിടെ അറിയുക എന്ന വാക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അറിയുക എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മറിയം ഔസേപ്പിനെ അറിഞ്ഞിരുന്നില്ല, മറിയം ജോസഫിനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം അവർ സ്ഥാപിച്ചിരുന്നില്ല. ഇവിടെ ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. ബന്ധം വളരെയേറെ തീഷ്ണതയുള്ളതും ഇഴയടുപ്പമുള്ളതും ആയിരിക്കണം. ബന്ധങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് കർത്താവ് സംസാരിക്കുകയാണ്. ഒരു മകൻ പിതാവുമായുള്ള ഡയലോഗുകൾ വളരെ പ്രധാനമാണ്. അവൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ഡയലോഗുകൾ വളരെ പ്രധാനമാണ്. അവൻ്റെ ജീവിത പങ്കാളിമാരുടെ ഡയലോഗുകളും വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളോടും സഹജീവികളോടും അധികാരികളോടുമുള്ള ഡയലോഗുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു കുഞ്ഞ് നീന്തി തുടങ്ങുന്ന സാഹചര്യത്തിൽ ആ കുഞ്ഞിന് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ പടി കടക്കണം. ഇപ്പോൾ പണിയുന്ന വീടുകൾക്ക് 2 പടികളെ ഉണ്ടാവുകയുള്ളൂ. വീടിൻ്റെ ഫ്രണ്ടിലത്തെ വാതിലും പുറകിലത്തെ വാതിലും. പഴയ വീടുകളെ സംബന്ധിച്ച് ഓരോ വാതിലിനും പടിയുണ്ട്. അത് അല്പം ഉയർന്ന പടിയുമാണ്. ആ കുഞ്ഞ് ആ പടിയുടെ അടുത്ത് വന്നിരുന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ ആ കുഞ്ഞ് കരയും. ഈ കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് കുഞ്ഞിന് ഭാഷയില്ല. ആ കരച്ചിലിൽ തന്നെ ഭാഷ ആ കുഞ്ഞിനെ വളരെയേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കും. ഉടനെ അവർ ചെന്ന് ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പുറത്തെ മുറിയിലേക്ക് വെക്കുമ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷം. കുഞ്ഞ് നീന്തി തുടിച്ച് മുന്നോട്ട് പോകും, നീന്തി കളിച്ച് മുന്നോട്ട് പോകും. ബന്ധത്തെ സൂചിപ്പിക്കുക. ആ കുഞ്ഞ് കരമുയർത്തും. കരമുയർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ നിസ്സഹായകനാണ്, എന്നെ എടുക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ബന്ധവും അങ്ങനെയുള്ള ബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പക്കലേക്കാണ് എൻ്റെ കരം ഉയരേണ്ടത്. എൻ്റെ ദൈവത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, എനിക്ക് ദോഷകരമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവിടുന്ന് നമ്മൾ നയിക്കും. അതുകൊണ്ടാണ് പറയുക, അങ്ങയെ അറിയുന്നവർക്ക്, അങ്ങുമായി ബന്ധം സ്ഥാപിക്കുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. ഇതുവരെയും അങ്ങ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചു. ഞങ്ങൾക്ക് ആരോഗ്യം തന്നു, വസ്തുവകൾ നൽകി, പക്ഷിമൃഗാദികൾ നൽകി, ഞങ്ങൾക്ക് ജോലി നൽകി, സമ്പത്ത് നൽകി, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നീ നൽകി. എന്നാൽ ഇത് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകാം. ആരോഗ്യം ക്ഷയിക്കാം, ജോലി നഷ്ടപ്പെടാം. ഈ സാഹചര്യത്തിൽ നാം കരം ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തണം. ജോലി നഷ്ടപ്പെട്ടു പോയ അനേക വ്യക്തികളുണ്ട്. സഹോദരങ്ങളെ, അവർ ഒന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി നടക്കുക. എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ജീവിക്കുവാൻ നിർവാഹമില്ല. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലിയില്ലാതെ റൂമിൽ കഴിഞ്ഞുകൂടുന്ന അനേക സഹോദരങ്ങളുണ്ട്. അത് ഏകദേശം 45 അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയുള്ള
40 വയസ്സിന് താഴെയുള്ള അനേക പുരുഷന്മാരെയും നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ കാണുവാൻ കഴിയും. അവർ ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി. ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽപ്പോൾ പറഞ്ഞു, ഇനി ജോലിക്ക് വരണ്ട. ജീവിതങ്ങളെല്ലാം തകിടം മറിയുകയാണ്. ധാരാളം ലോണുകളുണ്ട്, ലോണുകൾ അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്, ബാധ്യതകൾ പെരുകിക്കൊണ്ടിരിക്കും. നാഥ, ഈ സമയത്ത് അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യം നീട്ടിക്കൊടുക്കണമേ. പരമാർത്ഥ ഹൃദയർക്ക് അങ്ങയുടെ നീതി രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ സെപ്റ്റംബർ മാസം 2-ാം തീയതി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഓഫീസ് ചെല്ലുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് കരുണ കാണിക്കണമേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. അപ്പോൾ കരുണ കാണിക്കുന്ന ദൈവം നമ്മളോട് മാത്രമല്ല, ഈ ലോകത്ത് നിന്ന് വേർതിരിഞ്ഞു പോയ ശുദ്ധീന സ്ഥലത്തിലായിരിക്കുന്ന മക്കളുടെ മേലും കരുണയായിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കരുണയായിരിക്കണമേ, അങ്ങയുടെ രക്ഷ അവരിലേക്കും എത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭ നമുക്ക് അപ്രകാരം പ്രാർത്ഥന നൽകിയിരിക്കുന്നത്. മരിച്ച വിശ്വാസികളെ ഓർക്കുവാൻ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ആരും ഇല്ലാത്തവരെയും നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ കാണില്ല. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ചുരിയപ്പെടുകയും അതുപോലെ നമ്മളിലേക്ക് ചുരിയപ്പെടുകയും ചെയ്യും. പ്രത്യേകമായി ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു മകളെ ഓർക്കുന്നു. ആ മകൾക്ക് കാനഡയിലായിരിക്കുന്ന മകളാണ്. അവൾക്ക് എത്രയും വേഗം ഒരു ജോലി ലഭിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ദാസം പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അവരുമേൽ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ കരുണ നീട്ടിക്കൊടുക്കണമേ. ദൈവമേ, അവരെ രക്ഷിക്കണമേ. അങ്ങയുടെ നീതി പരമാർത്ഥ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടവരുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.